മുത്തിന്റെ 25,000 വേണ്ടി മാത്രമേ ബാക്കിയുള്ളൂ. ഇനി 13,000 ഉണ്ട്. ഇനി 13,000 വേണ്ടി മുത്തും ബാക്കിയുണ്ട്. നോക്കാം. അതൊന്നും കിട്ടൂല. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും അടുത്ത ആഴ്ചത്തേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുത്തിനൊരു ചലഞ്ച് കൊടുക്കാം. മുത്തേ, അപ്പോൾ ഞാൻ നിൽക്കുന്നൊരു ചലഞ്ച് തരട്ടാ. എന്ത് ചലഞ്ച് തരണമെങ്കിൽ മാർക്കറ്റിൽ ഒരു സാധനം മേടിക്കുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ സാധനം ഞാൻ ടോട്ടൽ ഒരു 2 ലക്ഷം വേണ്ടി തരും. അപ്പോൾ നീ ആ 2 ലക്ഷം വേണ്ടിയുടെ ഉള്ളിൽ സാധനം വാങ്ങി തീർക്കുന്നോ നോക്കാം. പറ്റുമോ എനിക്ക് വാങ്ങാൻ വേണ്ടി? മാർക്കറ്റിൽ മാത്രല്ലേ? മാർക്കറ്റിൽ മാത്രം. പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള സാധനമെല്ലാം 2 ലക്ഷം വേണ്ടി തരും. അപ്പൊ അതിൽ തീർക്കാൻ പറ്റുന്ന നോക്കണം. തീർക്കുന്ന നീ പറയുന്ന ഇല്ലെന്നാ? തീർക്കും. എല്ലാം വാങ്ങുന്ന മുത്തേതാ പൈസ പിടിച്ചോ? ഇത് 5 ലക്ഷം ഉണ്ടല്ലോ, ഇതെടുക്കാവോ? അല്ല, 5 ലക്ഷം ഉണ്ട്, ചില്ലറയില്ല. പക്ഷെ 5 ലക്ഷം ഫുൾ എടുത്തുകൂടാ. 5 ലക്ഷം ഫുൾ എടുത്തെങ്കിൽ ചലഞ്ച് പോയി. ഇത് 3 ലക്ഷം എനിക്ക് തിരിച്ചു തരണം. എന്ത് സാധനമാണെങ്കിലും 2 ലക്ഷത്തിന്റെ ഉള്ളിൽ വാങ്ങി തീർത്തോളണം. ഇല്ലെങ്കിൽ ഒരാഴ്ച അതിനനുസരിച്ച് ഒപ്പിക്കാം നമുക്ക്. അല്ല, ഒരാഴ്ച ഒപ്പിച്ചൂടാ. ഒരാഴ്ച വേണ്ട സാധനമല്ല നീ വാങ്ങണം. അതാ നിന്റെ കഴിവ്. നീ വില പേശി വാങ്ങിക്കോ. അറിയില്ലല്ലോ അവരെടുക്കാൻ പറ്റും, പിന്നെ എന്ത് വില പേശാൻ. എന്നാലും വാങ്ങിക്കോ. ഓക്കെ, ചലഞ്ചാണ്. മാക്സിമം ട്രൈ ചെയ്യാം. അത് ചലഞ്ചാണ്, നോക്ക്. അപ്പൊ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. പോകട്ടെ? ഓക്കെ, യെസ്. അപ്പൊ നമ്മളിതാ നമ്മളെ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ജസ്റ്റ് 2 കിലോമീറ്റർ അല്ലേ? അതെ. താങ്ക് യു. ഇപ്പൊ ഒരു വണ്ടീനെ തട്ടട്ടിയല്ലോ വരുമ്പോ. ഭയങ്കര തിരക്കല്ലേ ഇന്ന്? നല്ല തിരക്കുണ്ട്. രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര സൗണ്ടും വണ്ടിയുടെ. ഭയങ്കര സൗണ്ടും ഉണ്ട് വണ്ടിയിലല്ലോ. അപ്പൊ നമ്മള് മാർക്കറ്റിലേക്ക് എത്തി. പക്ഷെ കുറെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടല്ലോ. നോക്ക്, എന്താ രസം. കാണാൻ നല്ല രസമാണ്. നല്ല ഫ്രഷ് ഫ്രൂട്ടാണ്. ഏതാ? ഫ്രഷ് ആണെല്ലാം. ഭയങ്കര വണ്ടി, നടക്കാൻ ബുദ്ധിമുട്ടാണ്. കൊറേ മീനെല്ലാം ഉണ്ടല്ലോ. വലിയ വലിയ മീനെല്ലാം, മാസല്ല, ചെമ്മീൻ, നോക്കൊരു നീളം മീൻ, ആവോലിയുണ്ട്, കറ്റ്ല ഉണ്ട്, ചെമ്മീനുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് കക്ക, ആ ഐറ്റം. അങ്ങനെ നമ്മൾ എത്തിയല്ലോ. എന്തിയാ ആദ്യം വാങ്ങുന്നേ? ഉള്ളി. ഇവിടെ ചുവന്നുള്ളി ഉണ്ട്. ഇതാണ് നമ്മ എപ്പോഴും വാങ്ങുന്ന കട. ചുവന്നുള്ളി. അപ്പൊ ചേച്ചി വേഗം എടുത്തുതരും നമുക്ക്. വേറെ നമ്മൾ ചുവന്നുള്ളി കണ്ടിട്ടല്ല അധികം ഇല്ല. അപ്പൊ ആ കാണുന്ന ഗ്രാസാണ് നമുക്ക് സാധനം വാങ്ങുമ്പോൾ എല്ലാം കിട്ടുന്നത്. പക്ഷെ നമ്മ ഉപയോഗിക്കില്ലല്ലോ അത്. പയറുണ്ട്. മുത്തേ, ചലഞ്ച് ഓർമ്മ വേണം. അത് ഞാൻ ശരിയാക്കാം. ആദ്യം തന്നെ മുത്തെടുത്ത പയറ്, ഒരു കെട്ട് പയറ്. കവറില്ല. എത്ര കിലോ ഉള്ളി മുത്തേ? 2 കിലോ ഉള്ളിയാ? തിരക്കല്ലേടാ? ഭയങ്കര തിരക്ക്. 2 നരമ്പനെടുത്തു, 4 കക്കരി, കുറച്ച് കക്കരി, ചെറിയ കക്കരി. വേണ്ടത് കഴിക്കൂലെന്ന് വിശ്വസിക്കാം. ഒനിയൻ 2 kg. യെസ്. ഉള്ളി 2 കിലോ പറഞ്ഞിട്ടുണ്ട്. യെസ്. 20,000 വേണ്ടിയാണ് നമ്മളെ ചുവന്നുള്ളിക്ക്. അതിനിടക്ക് മുത്തത ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. 2 വേണ്ടു. 2 എടുത്തോ? ഉരുളക്കിഴങ്ങ് അത്ര ഇഷ്ടല്ല. സാധനം കുറച്ചിട്ട് പൈസ ലാഭിച്ചൂടാ? അല്ല, ഉരുളക്കിഴങ്ങ് അങ്ങനെ ഞാൻ അത്ര ഇഷ്ടമല്ല. ഉരുളക്കിഴങ്ങ്. ക്യാബേജ് എടുക്കുന്നുണ്ടാ? ഒരു ക്യാബേജ് എടുക്കാം. ഒരു ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെന്ത് വേണ്ടേ? വെണ്ടക്ക. വെണ്ടക്ക എത്ര വേണം? 1/4 കിലോ. 1/2 കിലോ.
കാക്കിലോ 1 കിലോ മതിയോ? 1/2 കിലോ വാങ്ങിക്കോ, അതിനത്രയും. ഒരു വഴുതനങ്ങ എന്തോ ചോദിച്ചു, ഒക്കെ മനസ്സിലായിട്ട്. മധുരക്കിഴങ്ങ് എന്ത് ചോദിച്ചതിനോട്? എന്തോ ചോദിച്ചു, ഒക്കെ മനസ്സിലായിട്ട്. മുത്തിനോട് എന്തോ ചോദിച്ചോ? എന്തെന്ന് മുത്തിന് മനസ്സിലായിട്ടാ അവർക്ക് മനസ്സിലായിട്ടാ? അപ്പൊ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങി. കുറച്ച് ടോസ്റ്റ് ആവുന്ന സാധനം വാങ്ങി. ഇഞ്ചിയൊന്നും വേണ്ട? വേണ്ടാലും ഉണ്ട്. കോളിഫ്ലവർ ഉണ്ടല്ലോ. കോളിഫ്ലവർ ഉണ്ട്. ടോട്ടൽ എത്രയായിന്ന് പറയും. അവർക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് അവർ കയ്യിൽ എഴുതുന്ന ചോദിച്ചോ? കയ്യിൽ എഴുതുന്നുണ്ട്. 1,14,000. 1,14,000 വേണ്ടി. കുറച്ചധികമായെന്ന്. ആ മുത്തിന്റെ 2,00,000-ൽ 1,14,000 കഴിഞ്ഞിട്ടുണ്ട് ഈടന്നെ. ആയി പച്ചക്കറി എല്ലാം ആയി. ഇനി കുറച്ച് ഫ്രൂട്ട്സ് മാത്രം മതി. തക്കാളിയല്ലോ? തക്കാളി ഉണ്ട്, കൊണ്ടുപോയതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഉള്ളിയാണ് മെയിൻ ആയിട്ട്. ഓക്കെ. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ട് 1,14,000 തീർന്നു. 1,14,000 തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഇത്ര സാധനം കിട്ടിയിട്ടേ? കുറെ സാധനം കിട്ടി ഇന്നലെ. 350 റുപ്യക്ക് നമ്മളെ മുത്ത അടുത്ത പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് കൈപ്പക്ക മേടിക്കുന്നുണ്ട്. കൈപ്പക്ക പിന്നെ എന്ത് ഇടുന്നു വേണ്ടേ? ഒരു ബ്രൊക്കോളി. കൈപ്പക്കയും ബ്രൊക്കോളി ഉണ്ട് ഇടാ. ബ്രൊക്കോളിക്ക് ഒന്നിന് 15,000 വേണ്ടി, കൈപ്പക്കക്ക് 12,000. 32,000 വേണ്ടിയാന്നായതല്ലോ. അപ്പൊ ഏകദേശം 1,40,000 കഴിഞ്ഞിട്ടുണ്ട്. നോക്കാം ഈ മുത്ത് 2,00,000 ഒതുക്കാൻ പറ്റുമോ ഇല്ലേ. അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു ഫ്രൂട്ട്സിന്റെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സപ്പോർട്ട് കാണുന്നുണ്ട്. 20,000 വേണ്ടിയാണ് സപ്പോർട്ട്. മുത്ത് കുറച്ച് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. നോക്കാം നമുക്ക് എത്ര കിട്ടും. എത്രത്തെ? 22, 24. ഏകദേശം ഒരു 25,000 റുപ്യ. 29,000 വേണ്ടി. അങ്ങനെ മുത്തിന്റെ 30,000 വേണ്ടിയും കൂടി കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞു. എത്രയുണ്ട്? 1,000, 3,000, 4,000, 5,000, 25. ഈ മുത്തിന്റെ 25,000 വേണ്ടി മാത്രമേ ബാക്കിയുള്ളൂ. അവസാനം നമുക്ക് തക്കാളി ഏരിയയിലേക്ക് പോകുന്നുണ്ട്. ആ പൈസ തീരും. നല്ലോണം പഴുത്തെടുക്കണ്ട, കുറച്ച് പഴുപ്പ് കുറഞ്ഞു മതി. എത്ര? കൊണ്ടുപോയതുണ്ട് കുറച്ച്, ഇല്ലെങ്കിൽ പാടും. തക്കാളിക്ക് എത്ര? 15,000 വേണ്ടിയാന്ന് കിലോന്. 12,000 വേണ്ടിയാണ് തക്കാളിക്ക് വരുന്നത്. ഏകദേശം 1 കിലോന്റെ അടുത്തുണ്ടല്ലേ. ഇനി 13,000 ഉണ്ട്. ഇനി 13,000 വേണ്ടി മുത്തും ബാക്കിയുണ്ട്. നോക്കാം, അതൊന്നും കിട്ടൂല. അപ്പൊ നമ്മ അടുത്തതായിട്ട് അവക്കാഡോ എടുക്കാന്ന്. ഇവിടെ ചെറിയൊരു ഷോപ്പില് കുറെ അവക്കാഡോലും കാണുന്നുണ്ട്. അവക്കാഡിന്റെ റേറ്റും കുറവാണ്. 65,000 വേണ്ടിയാണ്. നല്ല അവക്കാഡോ അല്ലത്തെ? നല്ല പഴുത്ത, നല്ലോണം പഴുത്തല്ല. ഒന്ന് വേണ്ട, 2 വേണം. 2 എടുത്തോ. പൈസ അപ്പൊ താളം തെറ്റിയിരിക്കുന്നു. 2,00,000 ഇങ്ങോട്ട് നോക്കാം നമുക്ക് എത്ര എക്സ്ട്രാ വന്നു കേട്ടോ. ചെയ്യൂല. നല്ല അവക്കാഡോ അല്ലേ ഇത്? മുത്തിന്റെ കയ്യിൽ ഇനി എത്ര ഉള്ളത്? 10, 11, 12, 13. 13,000 വേണ്ടി. പക്ഷെ ഇത് എത്ര നോക്കാം, എത്രയായി? 45,000 വേണ്ടി. അപ്പൊ 30,000 വേണ്ടിയുടെ ഷോർട്ടേജ് ഒന്ന് നോക്കാം നമുക്ക്. ഇനി വാങ്ങുന്നത് കുറച്ച് കപ്പപ്പറങ്കളാണ്. മുളക് കാണിക്കുന്നത് ഇതാണോ മുളക് കേട്ടാ? ഇതാണോ മുളക്? കപ്പപ്പറങ്കൾ നമ്മുടെ നാട്ടിലെ. ഇനി എത്ര മുത്ത് കിലോന്?
ഇത് 10,000 വാങ്ങിയത്. 10,000 ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടാവും. ഇതോ 10,000 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു 30-35 റുപ്യ അത്രേ വരും. 1/4 കിലോ ഉണ്ടാവും തോന്നുന്നു. അതെ. അപ്പോൾ മുളകും വാങ്ങും. ഇപ്പൊ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മാങ്ങ കാണുന്നുണ്ട്, ചെറിയ മാങ്ങ. അപ്പൊ മുത്തുവരന് കുറച്ച് മാങ്ങ വേണം. ഇതാന്നാ മാങ്ങ, ചെറിയ മാങ്ങ, നല്ല റൗണ്ട് ഷേപ്പിലല്ലേ. മണമെല്ലാം ഉണ്ടോ തേന്? ഇല്ല, ഇത് നല്ല ചെറിയ ചെറിയ മാങ്ങ. ഇങ്ങനെ വേറെ ഒരു തരം മാങ്ങ ഉണ്ട്. ഇതെല്ലാം എന്ത് തരം മാങ്ങാന്ന് അറിയില്ല കേട്ടോ. ഏകദേശം ഒരു 350 റുപ്യ ആ റേഞ്ചിലാണ് വില വരുന്നത്. ഇത് വെറും മധുരമില്ല വാങ്ങിയിരിക്കോ? അതറിയില്ല, വാങ്ങി നോക്കിയാലേ അറിയൂ. മണമുണ്ടാ? ഇതായിരിക്കോ നല്ലത്? അറിയില്ല, ഇത് വാങ്ങാല്ലേ ഏതെങ്കിലും. ഏതാ വേണ്ടേ? അതിനും മണമൊന്നുമില്ല, പക്ഷെ അതാകുമ്പോ കാണാൻ കുറച്ച് വേണ്ട. ചെറുതാവും, നല്ല ഇതുണ്ട് കാണാനല്ലേ. അങ്ങനെ കുറച്ച് മാങ്ങ മേടിക്കുന്നുണ്ട് മുത്ത്. മാങ്ങക്കായത് എത്ര മുത്ത്? 25,000. എത്ര മാങ്ങയുണ്ട്? ഒരു 10-15 മാങ്ങയുണ്ടല്ലേ? 10 എണ്ണം. അങ്ങനെ സാധനമെല്ലാം മേടിച്ചിട്ട് നമ്മ സാധാരണ ഈ ഇളന്നറെല്ലാം കിട്ടുന്ന ഈ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇളന്നർ കുടിച്ചിട്ട് പോവാ അല്ലെ. നടന്ന് ക്ഷീണിച്ചു. അപ്പൊ സാധനം എടുത്തേ. ബാക്കിയുള്ള പൈസ ഇതെല്ലാം നമ്മ മേടിച്ച സാധനം. ഇത്ര സാധനം വാങ്ങിയിട്ടുണ്ട്. എത്ര പൈസ ആയത്തെ സാധനത്തിന് ടോട്ടല്? 2 ലക്ഷം വേണ്ടി പറഞ്ഞിട്ട് 3ന്റെ അടുത്ത് എത്തി. എത്ര ബാക്കിയുള്ളത്? 30 ബാക്കിയുണ്ട്. 30,000 വേണ്ടി ബാക്കിയുണ്ട്. നമ്മ 2 ലക്ഷം ചലഞ്ച് വെച്ചത്. 2,70,000 തീർന്നു അല്ലേ? ഒരു 70,000 രൂപ വരെ 70,000 വേണ്ടി ഷോർട്ടേജ്. ഇളനീരം കൂടി കുടിക്കുമ്പോ ഇത് തീരും. ഒരു ഇളനീരം കൂടി കുടിക്കുമ്പോ കറക്റ്റ് ആയി. ഇവിടെ ഇളനീർ തരുന്ന നോക്കിക്കോ. ഇളനീർ ഇപ്പോ കൊത്തിട്ട് റെഡിയാക്കി, എന്നിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അയ്യോ, അത് കളഞ്ഞു. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഐസ് ഉണ്ട് ഇവിടെ കുറേ. അപ്പോൾ ഐസെല്ലാം അതിലേക്ക് നിറച്ചു. നല്ലൊരു കവറിങ് ആക്കി ഇങ്ങനെല്ലാം ആക്കിയിട്ടാണ് ഇവർ തരുന്നത്. അപ്പൊ നമുക്ക് എടുത്തിട്ട് പോകുമ്പോ കുടിച്ചോണ്ട് പോവാം അല്ലേ മുത്തേ? അതിന്റെ കാമ്പ് കളഞ്ഞു മുത്തേ. അപ്പൊ ചലഞ്ചിൽ നീ തോറ്റു കേട്ടോ. 2 ലക്ഷം വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു 3 ലക്ഷത്തിന് അടുത്തായി അല്ലേ? എന്തായാലും 1,000 രൂപ വേണം നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയും. അപ്പൊ ഒരു ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോ ഏകദേശം 3 ലക്ഷം വേണ്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 1,000-1,100 രൂപ വരും അല്ലേ? അത് പച്ചക്കറിയും ഫ്രൂട്ട്സും. നമ്മുടെ നാട്ടിലാണെങ്കിൽ തേങ്ങയൊന്നും വാങ്ങിയിട്ടില്ലല്ലോ ഇന്ന്. പച്ചക്കറി ഫ്രൂട്ട്സും മാത്രം വാങ്ങുമ്പോൾ ഏകദേശം അത്ര വരും അല്ലേ? നമ്മുടെ നാട്ടിലുള്ള 1,000 രൂപയ്ക്ക് എത്ര സാധനം കിട്ടും? ഇപ്പൊ അത്രയും സാധനം ഒന്നും കിട്ടിയില്ല. 1,000 രൂപയ്ക്ക് ഇത്ര സാധനം കിട്ടും. ചില സാധനത്തിൽ ഇതിനേക്കാളും വില ഉണ്ടാവും നാട്ടില്. ഫ്രൂട്ട്സിനെല്ലാം ഉണ്ടാവും. സൂപ്പർ, നല്ല ആശ്വാസം. ആ വെയിലത്ത് നടന്നു എടുത്തു. നല്ല മധുരമില്ലേ? അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയിൽ പോവാം അല്ലേ? യെസ്. ഇതും വെച്ചോ ഉള്ളിലേക്ക്.